മരണപ്പെട്ട അമ്മയുടെ പെൻഷൻ തുക അടിച്ചെടുക്കാനായി അമ്മയെപ്പോലെ രൂപവും വേഷവും മാറിയൊരു മകൻ. ഒന്നും രണ്ടുമല്ല, 3 വർഷമാണ് ഇയാൾ ഈ ആൾമാറാട്ടം നടത്തിയത്. വടക്കൻ ഇറ്റാലിയൻ പട്ടണമായ ബോർഗോ വിർജിലിയോയിൽ ആൾമാറാട്ടം നടത്തിയ 56-കാരനാണ് ഒടുവിൽ പോലീസ് പിടിയിലായത്. 3 വർഷത്തോളം ഗ്രാസിയെല്ല ഡാൽ ഒഗ്ലിയോ എന്ന പേരിൽ സ്വന്തം അമ്മയുടെ പേരിലും രൂപത്തിലുമാണ് ഇയാൾ വേഷം മാറി നടന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ഗ്രാസിയെല്ല ഡാൽ ഒഗ്ലിയോയുടെ 82 ലക്ഷത്തോളം വരുന്ന പെൻഷൻ തുക അത് കൈക്കലാക്കാനാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള കാര്യമാണ് പ്രാഥമിക വിവരം. തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ പ്രാദേശിക രജിസ്ട്രി ഓഫീസിലെത്തിയ ഇയാളുടെ രൂപത്തിൽ സംശയം തോന്നിയ അധികൃതർ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തു വന്നത്. വൃദ്ധയായ സ്ത്രീയുടെ കഴുത്തിലും കൈകളിലും താടിയിലും ഉണ്ടായിരുന്ന കറുത്ത രോമങ്ങളാണ് അധികാരികൾക്ക് സംശയമുണ്ടാക്കിയത്. തുടർന്ന് ഡാൽ ഒഗ്ലിയോയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അലക്കുമുറിയിലെ ക്ലോസറ്റിൽ സ്ലീപ്പിംഗ് ബാഗുകളിൽ പൊതിഞ്ഞ നിലയിൽ അവരുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഇവരുടെ മരണകാരണം വ്യക്തമല്ലെന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണെന്നും മാൻഡോ പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. മൃതദേഹം ഒളിപ്പിച്ചു വെച്ചതിനും രാജ്യത്തിനെതിരായ വഞ്ചനയ്ക്കും ആൾമാറാട്ടത്തിനും വ്യാജരേഖ ചമച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രതിയെ പ്രാദേശിക ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇറ്റാലിയൻ സാമ്പത്തിക കുറ്റകൃത്യ പോലീസിന്റെ കണക്കുകൾ പ്രകാരം പെൻഷൻ വാങ്ങാൻ മരിച്ചയാളുകളായി ആൾമാറാട്ടം നടത്തിയതിന് വർഷം തോറും നിരവധി ആളുകൾ ഇറ്റലിയിൽ അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. രാജ്യത്തെ മരണ രജിസ്റ്ററുകളും പൊതുസേവനങ്ങളും സമന്വയത്തിലല്ലാത്തതിനാൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വർഷങ്ങൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ തട്ടിപ്പുകൾ ഇറ്റലിയിൽ അത്ര വിരളവുമല്ല.